കേരളത്തിൽ ഇക്കൊല്ലം മൺസൂൺ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിൾ യൂസർ ആണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് സേഫ്റ്റിയെ കുറിച്ചും വാഹനത്തിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ കൺസേൺ ആകുന്ന ഒരു നേരം കൂടിയായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്പർ 1, ഷോർട്ട് സർക്യൂട്ട്. ഇന്ന് ഇറങ്ങുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും ചാർജേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാക്സിമം ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനിൽ നിന്ന് തന്നെയാണ്. എന്നിരുന്നാലും മഴക്കാലത്ത് ചാർജിംഗ് പോർട്ടുകളിലോ സോക്കറ്റുകളിലോ ഒക്കെ വെള്ളമാവുന്നത് വഴി ഇന്റേണൽ സർക്യൂട്ടിലോട്ട് പോവുകയും വാഹനം ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യുന്നതിന് മുന്നേ സോക്കറ്റുകളും പിന്നുകളൊക്കെ ഡ്രൈ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്പർ 2, കൊറോഷൻ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വാഹനത്തിന് അണ്ടർ ബോഡിയിലോട്ടും മെറ്റൽ പാർട്സിലും ഒക്കെ വെള്ളം നിൽക്കാനും അതുവഴി കൊറോഷൻ അഥവാ തുരുമ്പ് കയറാനുള്ള സാധ്യത ഉണ്ട്. ഇത് പ്രിവെന്റ് ചെയ്യാനും മറ്റുമൊക്കെ സ്ക്രൂ, നട്സ് പോലുള്ള പാർട്സുകളിലോട്ടൊക്കെ ആന്റി റസ്റ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള WD-40 ഒക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്പർ 3, ചാർജർ കവറിങ്. മഴക്കാലത്ത് പല ആളുകളും ചെയ്തു വരുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. ഒരു വാഹനം ചാർജ് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ ചാർജർ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ട് ബലമായിട്ട് മൂടിയിടുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് ചെയ്യുന്നത് വഴി ചാർജറിന്റെ കൂളിംഗ് ഫാൻ പ്രവർത്തനം നിലക്കുകയും ചാർജർ ഡാമേജ് ആവാനോ ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ വാഹനം ചാർജ് ചെയ്യുന്ന സ്ഥലം ഡ്രൈ ഏരിയ ആണെന്നുള്ളത് മാക്സിമം ഉറപ്പുവരുത്തുക. നമ്പർ 4, ബാറ്ററി ഹെൽത്ത്. നമുക്കറിയാം ഒരുപാട് ലിഥിയം സെല്ലുകൾ കൊണ്ടാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത്. ലിഥിയം സെല്ലുകൾ ഹൈലി ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മഴ ചൂട് കൂടുന്നതനുസരിച്ച് ബാറ്ററിയുടെ ടെമ്പറേച്ചറിനെ അഫക്ട് ചെയ്യാനും മൈലേജിൽ ഡിഫറൻറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയങ്ങളിൽ വാഹനത്തിന് സർവീസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ബാറ്ററിയുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും മാക്സിമം ശ്രദ്ധിക്കുക. ലാസ്റ്റ് 1, സ്പീഡ് ആൻഡ് ടയർ പ്രഷർ. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇൻസ്റ്റന്റ് ടോർക്ക് ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ആക്സിഡന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഒരു സേഫ് സ്പീഡിൽ വാഹനം ഓടിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കൂടാതെ ടയർ പ്രഷറൊക്കെ റെഗുലർലി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളെ EV യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട.